ഡിജിറ്റൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാമറയത്തിരുന്ന് കോടിക്കണക്കിന് മനുഷ്യരുടെ ചിന്തകളെ നിയന്ത്രിച്ച ആ സാമ്രാജ്യത്തിന്റെ അധിപൻ ഒടുവിൽ പടിയിറങ്ങുകയാണ്. അതെ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട ഇടനാഴികളിൽ ഭയവും വിദ്വേഷവും വ്യാജ വാർത്തകളും വിതച്ച BJPയുടെ ഡിജിറ്റൽ സുൽത്താൻ എന്നറിയപ്പെട്ട അമിത് മാളവിയുടെ കഥ കഴിയുകയാണ്. നരേന്ദ്രമോദിയുടെ BJPക്ക് അജയ്യമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മലിനമാക്കിയ ആ കൺട്രോൾ റൂം ഇനി മാളവിയുടെ കൈകളിൽ സുരക്ഷിതമല്ല. BJP IT സെല്ലിന്റെ അമരത്ത് നിന്നും മാളവിയെ മാറ്റി ദീപക് മസ്കയെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇതൊരു കേവലമായ സംഘടനാ മാറ്റമല്ല, മറിച്ച് സത്യത്തെ വ്യാജങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ നോക്കിയ ഒരു ഭരണകൂട തന്ത്രത്തിന് സംഭവിച്ച ദാരുണമായ തിരിച്ചടിയാണ്. ബാങ്കിംഗ് മേഖലയിൽ നിന്നും വന്ന വോട്ടർമാരുടെ സൈക്കോളജി മുതലെടുത്ത് രാജ്യത്തെമ്പാടും 50 ലക്ഷത്തിലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ആളാണ് ഈ മാളവ്യ. ഒരു ബട്ടൺ അമർത്തിയാൽ രാജ്യത്തെ ഓരോ വോട്ടറുടെയും ഫോണിലേക്ക് പാർട്ടി പറയുന്ന അസത്യങ്ങൾ എത്തിക്കാവുന്ന ഒരു ഭീമാകാരമായ ഡിജിറ്റൽ ആയുധം അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചെടുത്തു. വയസ്സും ജാതിയും മുൻഗണനകളും നോക്കി വിദ്വേഷം മൈക്രോ ടാർഗറ്റ് ചെയ്ത് വിതറി. പക്ഷേ ആ സാമ്രാജ്യത്തിന് എന്ത് പറ്റി? അതൊന്ന് നോക്കിയാൽ ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാളവ്യ കെട്ടിപ്പടുത്ത ആ അത്യാധുനിക സംവിധാനം സത്യസന്ധമായ രാഷ്ട്രീയ പ്രചാരണത്തിനായിരുന്നില്ല ഉപയോഗിക്കപ്പെട്ടത്. എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യുവാനും പ്രസംഗങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് വ്യാജ വീഡിയോകൾ ഉണ്ടാക്കുവാനും വോട്ടർമാരെ പരസ്പരം ഭിന്നിപ്പിക്കാനുമാണ് ആ IT സെൽ അഹോരാത്രം പണിയെടുത്തത്. ഇന്ത്യയിൽ സ്വതന്ത്ര ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ ഏറ്റവും കൂടുതൽ തിരുത്തേണ്ടി വന്നത് അമിത് മാളവി എന്ന ഈ വ്യാജ നിർമ്മാണശാലയുടെ മേധാവിയുടെ പോസ്റ്റുകളായിരുന്നു. പക്ഷെ അധികാരം നൽകിയ അഹങ്കാരത്തിൽ നിർമ്മിച്ചെടുത്ത നുണകൾക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല. 2020 കർഷക പ്രക്ഷോഭകാലത്ത് രാജ്യത്തിന് അന്നം തന്നിരുന്ന കർഷകർക്ക് നേരെ നടന്ന ക്രൂരത മറച്ചുവെക്കാൻ മാളവ്യ പടച്ചുവിട്ട വ്യാജ പ്രചാരണത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു. അന്താരാഷ്ട്ര തലത്തിൽ പോലും നാണം കെട്ട് പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് മാനിപ്പുലേറ്റഡ് മീഡിയ എന്ന ലേബൽ ചാർത്തിക്കൊടുത്തു. അത് ഇന്ത്യയുടെ ഡിജിറ്റൽ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തെ പോലും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഡിജിറ്റൽ വ്യാജന്മാർ വക്രീകരിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയും സഹോദരി പുത്രിയും ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ ദുരുദ്ദേശപരമായിട്ട് പ്രചരിപ്പിച്ചു. എന്നാൽ സത്യം പുറത്തു വന്നപ്പോൾ BJP IT സെല്ലിന്റെ മുഖത്ത് വീണ്ടും കരിനിഴൽ വീണു. രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാക്കളെ പോലും ഇവർ സ്വന്തം നുണക്കഥകളിൽ വില്ലന്മാരാക്കാൻ ശ്രമിച്ചു. ഷഹീൻ ബാഗ് സമരം, JNU പ്രക്ഷോഭം, കോവിഡ് കാലത്തെ വർഗീയ പ്രചാരണങ്ങൾ, ഇവിടെയൊക്കെയും നാടിന്റെ സൗഹാർദ്ദം തകർക്കാൻ തുക്ഡേ ഗാങ് എന്നും രാജ്യവിരുദ്ധർ എന്നും മുദ്രകുത്തി മനുഷ്യരെ തമ്മിലടിപ്പിച്ചത് ഈ വിഷലിപ്തമായ IT സെൽ മേധാവി തന്നെയായിരുന്നു. പക്ഷെ ഒടുവിൽ അദ്ദേഹം വീണുപോയത് CJP സമരത്തിന് മുന്നിൽ മാത്രമായിരുന്നു. അമിത് മാളവിക്ക് മുട്ടുമടക്കേണ്ടി വന്നത് അവിടെ തന്നെ. കർണാടകയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വ്യാജ പ്രചാരണത്തിന് FIR-ഉം നിയമ നടപടികളും നേരിട്ടു. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും RSS വൃത്തങ്ങൾ നിന്ന് പോലും മാനനഷ്ട കേസുകളും ആരോപണങ്ങളും ഉയർന്നു വന്നു. രാജ്യത്തുടനീളം ഉയർന്ന ശക്തപരമായ ഫാക്ട് ചെക്കിംഗ് പ്രതിരോധവും കേസുകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത കടുത്ത അമർഷവും കാരണം മാളവിയും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും തകർന്ന് തരിപ്പണമായി. ഇന്ന് മാളവിയെ പുറത്താക്കി ദീപക് മസ്കയെ ചുമതല ഏൽപ്പിക്കുമ്പോൾ BJP ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ടും അഗ്രസീവായ അപവാദ പ്രചാരണങ്ങൾ കൊണ്ടും ഇനി ജനങ്ങളെ എക്കാലവും മണ്ടന്മാരാക്കാനോ കയ്യിലെടുക്കാനോ കഴിയില്ല. ഡിജിറ്റൽ യുദ്ധക്കളത്തിൽ തങ്ങളുടെ ഏറ്റവും വലിയ പടത്തലവൻ നാണം കെട്ട് പടിയിറങ്ങുമ്പോൾ അത് മോദി ഭരണകൂടത്തിന്റെ ആഖ്യാനങ്ങൾക്കേറ്റ ഏറ്റവും വലിയ ആഘാതം തന്നെയാണ്. നുണപ്രചാരണങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ഡിജിറ്റൽ സാമ്രാജ്യം ഒടുവിൽ സത്യത്തിന്റെ അടിത്തറയിൽ തട്ടിത്തകർന്ന് വീഴുന്ന കാഴ്ചയ്ക്കാണെന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അമിത് മാളവി എന്ന വിഷലിപ്ത തന്ത്രജ്ഞൻ പടിയിറങ്ങുമ്പോൾ അത് BJPയുടെ വീഴ്ചയുടെയും ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ ഒരു കറുത്ത അധ്യായത്തിന്റെയും അവസാനത്തിന്റെയും തുടക്കമായി മാറുകയാണ്.